എല്ലാവർക്കും വീണ്ടും നമ്മുടെ സമയത്തിലേക്ക് സന്ധ്യയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ പാട്ട് കേട്ടു, അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു. സന്തോഷം. കണ്ടവർക്കൊക്കെ വളരെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ വീണ്ടും ഇന്നൊരു ഗാനം ആലപിക്കുകയാണ്. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിരുന്നു. മാതാപിതാക്കളും വീടും ധനവും വസ്തുസുഖങ്ങളെല്ലാം ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഈ ലോകത്തിൽ കാണുന്നതൊന്നും ആർക്കും സ്വന്തമല്ല. ഈ കാണുന്ന ഒന്നും നമ്മൾ സ്വന്തമല്ല. ഇത് നമ്മളുടെ സ്വന്തമായിട്ട് ലോകത്തിലൊന്നുമില്ല. ഉണ്ടെന്ന് ധരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും വലിയ അബദ്ധധാരണയാണ്. അങ്ങനെ എന്തെങ്കിലും സ്വന്തമെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് സ്വന്തമല്ല. ഒരു നാൾ നമ്മളിതെല്ലാം ഇട്ടിട്ട് പോകേണ്ടതാണ്. സ്വന്തം എന്ന് പറയാൻ നമുക്ക് ഒന്നുമില്ല. നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ അതിൻ്റെ സ്വന്തം, ഇതിൻ്റെ സ്വന്തം വീട്, കാർ ഇതൊക്കെ പറയും. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും സ്വന്തമായിട്ടില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ ശരീരം, നമ്മൾ എന്ന വ്യക്തി, നമ്മുടെ നിഴൽ പോലും നമ്മൾ സ്വന്തമല്ലാന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു പോകും അല്ലേ? ചില അവസരങ്ങൾ അവർക്ക് നമ്മുടെ നിഴൽ പോലും നമ്മളും നമുക്ക് സ്വന്തമല്ല. നമ്മളെ അയച്ച ഈ ലോകത്തിലേക്ക് നമ്മളെ അയച്ചു. കുറച്ചു കാലം നമ്മളിവിടെ ജീവിക്കുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു യാത്രയിലാണ്. ഈ യാത്രയുടെ അവസാനം എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും ഒന്നും നമുക്കൊന്നും നിശ്ചയമില്ല. അതുകൊണ്ട് നമുക്ക് പലരും നമ്മൾ വിചാരിക്കും എന്നെ ആരും സഹായിക്കുന്നില്ല, പലരും നമ്മളെ കണ്ടിട്ട് കാണാതെ പോകുന്നു. പക്ഷേ ഇതൊക്കെ ലോക ജീവിതത്തിൽ ഇങ്ങനെയാണ്. ആരും കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കും. ഇതൊക്കെ ലോക ജീവിതത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അതിലൊന്നും നമ്മൾ പരിഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഓരോരുത്തരും അവരുടെ മതഭാവത്തിൽ വിശ്വസിക്കുന്ന പോലെ ഞാൻ പറയുമ്പോൾ യേശു എൻ്റെ സ്വന്തം എന്നെനിക്ക് പറയാൻ ധൈര്യമായിട്ട് പറയാം. എൻ്റെ സ്വന്തമാണ് യേശു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരാളുണ്ട്, സ്വന്തമായിട്ട് നമുക്ക് ഒരാളുണ്ട് എന്ന് നമുക്ക് ഒരു നിശ്ചയദാർഢ്യം നമുക്ക് വീണ്ടും നമ്മൾ മനസ്സിനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ യേശുവിൻ്റെ സ്വന്തമാണ് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു മാനസിക സന്തോഷം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ നമ്മൾ ആരെല്ലാം നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മളെ തള്ളിക്കളയാത്തവനായ നമ്മുടെ യേശു ഉണ്ട്. ആരും സഹായിച്ചില്ലെങ്കിലും നമ്മളെ കൃത്യസമയത്ത് തക്ക സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമുക്ക് ആ ഒരു വിശ്വാസം, ആ ഒരു പ്രത്യാശയാണല്ലോ നമ്മളെയൊക്കെ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പാട്ട് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ്. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് നമുക്ക് ഇപ്പോൾ പാടാം. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന
എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്നെ ഓർത്തിയിടുന്നു, എന്നെ ഓർത്തിയിടുന്നു.